എപ്സ്റ്റീൻ ഫയൽസ് ലോകത്തിൽ ഇന്ന് ഏറ്റവും അധികം ആളുകൾ ചർച്ച ചെയ്യുന്ന വിഷയം. നമ്മൾ ഹീറോസ് ആണെന്ന് കരുതിയിരുന്ന പലരും പീഡോഫിലിക് ആക്ടിവിറ്റീസിൽ വരെ ഏർപ്പെട്ടിരുന്ന ക്രൂരന്മാരാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു എപ്സ്റ്റീൻ ഫയൽസിന്റെ വരവോടെ. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആ വിഷയങ്ങളൊന്നുമല്ല. എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട് നിരവധി കോൺസ്പിറസി തിയറീസ് നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോൺസ്പിറസി തിയറി ഈ ഒരു ബിൽഡിംഗുമായി ബന്ധപ്പെട്ടാണ്. ജെഫ്രി എപ്സ്റ്റീൻ എന്ന പൈശാചികനായ മനുഷ്യൻ താമസിച്ചിരുന്ന സെന്റ് ജെയിംസ് ഐലൻഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയിലാണ് ഈ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇത് മൊളോക്കിനെ ആരാധിക്കുന്നവരുടെ കെട്ടിടമാണ്. ആരാണ് മൊളോക്ക് അഥവാ മോളക്? ഇങ്ങനെ ഒരു പദം ആദ്യമായി കേൾക്കുന്നത് ബൈബിളിൽ നിന്നുമാണ്. പഴയ നിയമത്തിലെ ലേവ്യ പുസ്തകം 18-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നിന്റെ സന്തതിയിൽ ഒന്നിനെയും മോളക്കിന് അർപ്പിച്ച് നിന്റെ ദൈവനാമത്തെ അശുദ്ധമാക്കരുത് എന്നെഴുതിയിട്ടുണ്ട്. കാളയുടെ തലയും മനുഷ്യന്റെ ഉടലുമുള്ള ഒരു സാത്താനിക് ഡേറ്റിയാണ് മോളക്. പിഞ്ചുകുട്ടികളുടെ ശരീരത്തെ അതിക്രൂരമായി ഭോഗിച്ചതിന് ശേഷം അവരുടെ പ്രാണൻ ബലി കൊടുത്തു കഴിഞ്ഞാൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുമെന്നൊരു വിശ്വാസം ഇസ്രായേലിലെ ഒരു കൂട്ടം ആളുകൾക്കുണ്ടായിരുന്നു. അതിലേക്കായി അവർ ഇസ്രായേൽ രാജ്യത്തിന് പുറത്ത് ഹിന്നോം താഴ്വരയിൽ ഒരു ആരാധനാലയം പണിത് അവിടെ മൊളോക്കിനെ കുടിയിരുത്തി. കുഞ്ഞുങ്ങളെ തീയിലിട്ട് ബലിയിടുന്ന സ്ഥലത്തിന് ഗേഹന്ന എന്ന് പേരിട്ടു. ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വെളിപ്പാട് പുസ്തകം പ്രകാരം നരകത്തിന്റെ മറ്റൊരു പേരാണ് ഗേഹന്ന. ബൈബിളിൽ എല്ലാ കാലത്തും മൊളോക്ക് ഒരു അശുദ്ധ ദേവനായിരുന്നു. ഗേഹന്ന ഒരു വെറുക്കപ്പെട്ട സ്ഥലമായിരുന്നു. പക്ഷേ സോളമൻ ഇസ്രായേലിന്റെ രാജാവായതിനു ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യമാരുടെ ആവശ്യപ്രകാരം മൊളോക്കിനായി ഒരു വലിയ ദേവാലയം ഇസ്രായേലിന്റെ കിഴക്കൻ മലകളിൽ അദ്ദേഹം പണിതു. ഇത് 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലുണ്ട്. എന്നാൽ പിന്നീട് വന്ന ഇസ്രായേൽ രാജാക്കന്മാർ ആ ആരാധനാലയത്തെ പൊളിച്ചു കളയുകയും അത് അശുദ്ധമാണെന്ന് കൽപ്പിക്കുകയും ചെയ്തിരുന്നു. Now let's come back to Epstein files. കുഞ്ഞുങ്ങൾ, ലൈംഗിക പീഡനം, ബലിയർപ്പിക്കൽ. This marks a connection between Epstein files and Moloch worship. ലോകത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും പെൺകുട്ടികളെ കൊണ്ടുവന്ന് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി അവരെ കൊന്നുകളഞ്ഞതിന് ശേഷം അവരുടെ മാംസം പോലും ഭക്ഷിക്കപ്പെടുന്നു എന്നാണ് എപ്സ്റ്റീൻ ഐലൻഡിനെ കുറിച്ച് വിദഗ്ധർ പറയുന്നത്. ഇതിനകത്ത് ലോകത്തിലെ വളരെ പ്രമുഖരായ പല രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരും ഉൾപ്പെടുന്നുണ്ട്. തങ്ങളുടെ ലൈംഗിക തൃഷ്ണയെ തൃപ്തിപ്പെടുത്താൻ മാത്രമാണ് അവർ ഈ ഐലൻഡിൽ വരുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതിനായി അവർക്ക് ലോകത്തിലെ എവിടെ വേണമെങ്കിലും പോകാമല്ലോ. ഈ പർട്ടിക്കുലർ സ്ഥലത്ത് അവർ വരുന്നത് എന്തിനാണ്? സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവനാണ് മൊളോക്ക്. ഈ സാത്താന്യ ദേവനെ പ്രീതിപ്പെടുത്താനാണോ അവർ യഥാർത്ഥത്തിൽ വരുന്നത്? These are the mysteries that has to be resolved. ഇനി ഏതോ അമേരിക്കയിൽ നടക്കുന്ന കാര്യത്തിൽ ഇന്ത്യക്കാർ എന്തിനാണ് ടെൻഷൻ ആവുന്നതെന്ന് ചിന്തിക്കുന്നവരോടാണ്. ഓരോ 24 മിനിറ്റിലും ഇന്ത്യയിൽ ഒരു പെൺകുട്ടിയെ കാണാതാകുന്നുണ്ട്. ഡൽഹിയിൽ മാത്രം കഴിഞ്ഞ 15 ദിവസത്തിനിടെ കാണാതായ മനുഷ്യരുടെ എണ്ണം 800 കടന്നു. അതിൽ 509 പേരും പെൺകുട്ടികളാണ്. ഇവരെ എല്ലാം എപ്സ്റ്റീൻ ആണോ തട്ടിക്കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ലോകത്തിൽ ഒരേ ഒരു എപ്സ്റ്റീൻ മാത്രമേ പിടിക്കപ്പെട്ടിട്ടുള്ളൂ. പിടിക്കപ്പെടാത്ത ഇതിലും ക്രൂരമായ ചെയ്തികളിലൂടെ ജീവിക്കുന്ന എത്രയോ എപ്സ്റ്റീൻമാർ ഉണ്ടാവാം. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഭയക്കണം. 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യൻ ഇത്രയും പുരോഗതിയിലേക്ക് എത്തിയിട്ടും ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും പുറകെയൊക്കെ മനുഷ്യനെ കൊണ്ടുപോകുന്ന വിശ്വാസങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന പുരോഗമനവാദികളോടൊരു കാര്യം പറയട്ടെ. സ്വന്തം പേരിന്റെ അക്ഷരങ്ങളിൽ പോലും മാറ്റം വരുത്തിയാൽ ഐശ്വര്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന അതേ മനുഷ്യർ ജീവിക്കുന്ന നാട്ടിലാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത്. ഇവിടെ ജീവിക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട്. എന്റെ മകൾക്ക് 6 വയസ്സാണ്.